ഹായ് എവരി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മെനാർക്കിനെ കുറിച്ചിട്ടാണ്. മെനാർക്ക് എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാം. അതായത് ഒരു 9 വയസ്സ് മുതൽ ഒരു 16 വയസ്സ് വരെയുള്ള ടീനേജേഴ്സ് പെൺകുട്ടികളിൽ ഫസ്റ്റ് പീരിയഡ്സ് കാണുന്നതിനെയാണ് മെനാർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഈ മെനാർക്ക് സമയത്ത് നമ്മൾ ചില ഭക്ഷണം കഴിക്കുന്നതിൽ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ ടൈമിൽ ഉണ്ടാകുന്ന, കാരണം ആ ടൈം എന്ന് പറയുന്നത് വളരെയധികം ചേഞ്ചസ് നമ്മുടെ ബോഡിയിൽ സംഭവിക്കുന്നുണ്ട്. അപ്പോൾ ആ ടൈമിൽ ഉണ്ടാകുന്ന ചേഞ്ചസിനെ മാനേജ് ചെയ്യാനായിട്ട് അത് ഒത്തിരി ഹെൽപ്ഫുള്ളാണ്. അപ്പോൾ എന്തൊക്കെ കാര്യത്തിലാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് നമുക്ക് നോക്കാം. അതായത് നമുക്ക് ഒന്നാമത് പറയുന്നത് നമ്മുടെ എനർജി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. ബ്ലഡ് ലോസ് ഉണ്ടാകുമ്പോൾ നമുക്ക് അവിടെ എനർജി ലൂസ് ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ ആ എനർജീനെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്, അതുപോലെ പെയിൻ ഉണ്ടാവുന്നുണ്ട്. വയറുവേദന, ക്രാംസ് ഉള്ളവർ നല്ലപോലെ ക്രാംസ് ഉള്ളവരുണ്ടാവും. അപ്പോൾ ആ പെയിൻ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതുപോലെ മൂഡ് സ്വിങ്സ് ഒക്കെ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ടും, അതുപോലെ അയൺ ഡെഫിഷ്യൻസീസ് ഉണ്ടാകാൻ സാധ്യതയുള്ള അയൺ ഡെഫിഷ്യൻസി പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഭക്ഷണ ക്രമീകരണത്തിൽ കൂടെ സാധ്യമാണ്. അപ്പോൾ എങ്ങനെയാണത് സാധ്യമാകുന്നതെന്ന് നമുക്ക് നോക്കാം. അയൺ കണ്ടന്റ് ഉള്ള ഭക്ഷണം എന്ന് പറയുന്നത് തന്നെ നമ്മൾ ഒത്തിരി ഫോക്കസ് കൊടുക്കേണ്ട ഒരു കാര്യമാണ്. കാരണം പീരിയഡ്സ് എന്ന് പറയുന്നത് ബ്ലഡ് ലോസ് ഉണ്ടാകുന്ന ഒരു സമയമാണ്. അയൺ ലോസ് അതിനൊപ്പം തന്നെ ഉണ്ടാകുന്നുണ്ട്. നമ്മുടെ ബോഡിയിൽ അത്യാവശ്യം നല്ല രീതിക്ക് അയൺ ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എനർജൈസ് ആയിട്ട് നിൽക്കാനും അതുപോലെ ഫോക്കസ്ഡ് ആയിട്ട് നിൽക്കാനൊക്കെ സാധ്യത കുറവാണ്. അതായത് പഠിക്കാൻ പോകുന്ന കുട്ടികളാണെങ്കിൽ പ്രത്യേകിച്ച് അവർക്ക് അവരുടെ പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനൊക്കെ വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നതിന് മെയിൻ കാരണം അയൺ ഡെഫിഷ്യൻസി ആയിരിക്കാം. അപ്പോൾ അങ്ങനെയുള്ള കുട്ടികൾ, പീരിയഡ്സിലൂടെ കടന്നു പോകുന്ന എല്ലാ കുട്ടികളും ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചീര, ഇലക്കറികൾ പോലുള്ള ഐറ്റംസ് അവരുടെ ഡയറ്റിൽ എന്തായാലും ഉൾപ്പെടുത്താം. പയറുവർഗ്ഗങ്ങൾ ഉൾപ്പെടുത്താം. ചിക്കൻ, മീറ്റ് പോലെയുള്ള ലീൻ മീറ്റ്സ് അവർക്ക് ഡയറ്റിൽ ഉൾപ്പെടുത്താം. കാരണം അതാണ് കുറച്ചുകൂടി ബയോ അവൈലബിലിറ്റി, നമ്മുടെ ബോഡിയിൽ പെട്ടെന്ന് അബ്സോർബ് ചെയ്യാൻ കഴിവുള്ള അയൺ കണ്ടന്റ് ഈ എഗ്സിലും അതുപോലെ തന്നെ മീറ്റിലും ആണ് ഉള്ളത്. പിന്നെ ഡാർക്ക് ചോക്ലേറ്റ് നമുക്ക് എടുക്കാം. വളരെ സ്മോൾ എമൗണ്ടിലാണെങ്കിൽ ഡാർക്ക് ചോക്ലേറ്റ് ഓക്കെയാണ് നമുക്ക്. അതുപോലെ അയൺ ഫോർട്ടിഫൈ ചെയ്തിട്ടുള്ള, അയൺ കൃത്രിമമായി ആഡ് ചെയ്തിട്ടുള്ള സീരിയൽസും അവൈലബിൾ ആണ് നമുക്ക്. ഈ അയൺ റിച്ച് ഫുഡ് കഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വൈറ്റമിൻ സി അടങ്ങിയിട്ടുള്ള ഭക്ഷണം കൂടി നമ്മൾ ഇതിനൊപ്പം കഴിക്കേണ്ടതുണ്ട്. അയണിന്റെ അബ്സോർപ്ഷന് ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അയൺ അബ്സോർപ്ഷൻ നല്ല രീതിക്ക് നടക്കണം എന്നുണ്ടെങ്കിൽ വൈറ്റമിൻ സി അടങ്ങിയിട്ടുള്ള സിട്രസ് ഫ്രൂട്ട്സ് അല്ലെങ്കിൽ ലെമൺ, ഓറഞ്ചസ്, നെല്ലിക്ക പോലുള്ള ഐറ്റംസ് ഒക്കെ നമുക്ക് ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ഇനി മൂഡ് സ്വിങ്സ് വരുന്നത് ഈ ഒരു സമയത്തിൻ്റെ ഒരു ഭാഗമാണ്. അതായത് നമുക്ക് ചിലപ്പം ആൻഷ്യസ് ആയിട്ട് തോന്നാം, ആൻസൈറ്റി വരാനുള്ള ചാൻസസ് ഉണ്ട്, ഇറിറ്റേറ്റഡ് ആയിട്ട് ഫീൽ ചെയ്യാനുള്ള ഒരു ചാൻസസ് ഉണ്ട്. അപ്പോൾ ഈ സമയത്ത് നമുക്ക് ആവശ്യമുള്ള ന്യൂട്രിയൻസ് എന്ന് പറയുന്നത് ഒമേഗ 3 അടങ്ങിയിട്ടുള്ള ഭക്ഷണം കഴിക്കുക. ഒമേഗ 3 എന്നുള്ള ന്യൂട്രിയൻ്റ് ആവശ്യമാണ്. മഗ്നീഷ്യം, വൈറ്റമിൻ ബി, അതുപോലെ ഡാർക്ക് ചോക്ലേറ്റ് നമുക്ക് കഴിക്കാവുന്നതാണ്. അപ്പോൾ ഒമേഗ 3 അടങ്ങിയിട്ടുള്ള ഭക്ഷണം എന്ന് പറയുന്നത് സീഡ്സിലാണ്. ഫ്ലാക്സ് സീഡ്സ്, അതുപോലെ വാൾനട്ട്, അതുപോലെ ചിയ സീഡ്സിലെല്ലാം ഒമേഗ 3 അടങ്ങിയിട്ടുണ്ട്. മഗ്നീഷ്യം അടങ്ങിയിട്ടുള്ളത് ബനാന, ആൽമണ്ട്സ്, പംകിൻ സീഡ്സിലൊക്കെ മഗ്നീഷ്യം അടങ്ങിയിട്ടുണ്ട്. ബി വൈറ്റമിൻസ്, അതായത് ഹോൾ ഗ്രെയിൻസ്, മിൽക്ക്, അതുപോലെ ഗ്രീൻ വെജിറ്റബിൾസിലെല്ലാം ബി വൈറ്റമിൻസ് ധാരാളം അടങ്ങിയിട്ടുണ്ട്. ഡാർക്ക് ചോക്ലേറ്റ് നമുക്ക് എടുക്കാം, അത് മിനിമൽ എമൗണ്ടിൽ തന്നെ എടുക്കണം. നമുക്ക് സെറട്ടോണിൻ ലെവലിനെ ബൂസ്റ്റ് ചെയ്യാനും അതുപോലെ തന്നെ ക്രേവിങ്സ് ഒക്കെ വരികയാണെന്നുണ്ടെങ്കിൽ അതിനെ ഹെൽത്തി വേയിൽ നമുക്ക് മാനേജ് ചെയ്യാനും ഡാർക്ക് ചോക്ലേറ്റ് ഒത്തിരി ഹെൽപ്ഫുള്ളാണ്. നെക്സ്റ്റ്, പീരിയഡ്സ് സമയത്ത് ഭൂരിഭാഗം കുട്ടികൾ അനുഭവിക്കുന്ന ഒരു മെയിൻ പ്രശ്നമാണ് പീരിയഡ്സ് ക്രാംസ്, നല്ല അസഹനീയമായ വയറുവേദന എന്ന് പറയുന്നത്. അപ്പോൾ ഈ ടൈമിൽ കഴിക്കാൻ പറ്റുന്ന ഫുഡ് എന്ന് പറയുന്നത് ആൻറ്റി ഇൻഫ്ലമേറ്ററി ഫുഡ്സ് ആണ്. അതായത് ടർമറിക് മിൽക്ക്, മഞ്ഞൾ ചേർത്തിട്ടുള്ള പാല് വാമായിട്ട് കുടിക്കാം. ജിഞ്ചർ ടീ, ഇഞ്ചി ചേർത്തിട്ടുള്ള ചായ വേണമെങ്കിൽ കുടിക്കാം. അതുപോലെ ബെറീസ്, ബ്ലൂബെറി, ബ്ലാക്ക്ബെറി പോലെയുള്ള ബെറീസിൽ ആൻറ്റി ഓക്സിഡൻസ് ഉണ്ട്, അത് ഒത്തിരി ഹെൽപ്ഫുള്ളാണ്. അതുപോലെ തന്നെ കാൽഷ്യം റിച്ച് ഫുഡ്സ്, കാൽഷ്യം അടങ്ങിയിട്ടുള്ള ഫുഡ്സ് എന്ന് പറയുമ്പം ഈ യോഗട്ട്, ഗ്രീക്ക് യോഗട്ട് ഒത്തിരി നല്ലതാണ്. അതുപോലെ എള്ളുണ്ടൊക്കെ കഴിക്കുന്നത് അത്യാവശ്യം നല്ലൊരു കാര്യമാണ് കാൽഷ്യത്തിന് വേണ്ടിയിട്ട്. അതുപോലെ വാട്ടർ റിച്ച് ഫുഡ്സ് ആയിട്ടുള്ളത് നമുക്ക് കഴിക്കാം. ഓറഞ്ചസ്, വാട്ടർമെലൺ പോലെയുള്ളത് നമുക്ക് എടുക്കാം. ഹെൽത്തി ആയിട്ടുള്ള ഫാറ്റ്സ് നമുക്ക് ഈ ടൈമിൽ കഴിക്കുന്നത് ക്രാംസ് കുറയ്ക്കാനായിട്ട് ഒത്തിരി ഹെൽപ്ഫുൾ ആണ്. അതായത് അവക്കാഡോയിൽ ഹെൽത്തി ഫാറ്റ്സ് ഉണ്ട്, നെയ്യിലും നട്ട്സിലെല്ലാം ഹെൽത്തി ആയിട്ടുള്ള ഫാറ്റ്സ് ഉണ്ട്. പിന്നെ ഇവിടെ അവോയ്ഡ് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. കോഫി, അതുപോലെ കാർബണേറ്റഡ് ബീവറേജസ്, കൊക്കക്കോള, പെപ്സി പോലുള്ള ബീവറേജസ് എല്ലാം നമ്മൾ അവോയ്ഡ് ചെയ്യുക. പിന്നെ സോൾട്ട് ആയിട്ടുള്ള പാക്കേജ്ഡ് ആയിട്ടുള്ള ഫുഡ്സ് നമ്മൾ അവോയ്ഡ് ചെയ്യേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഫ്രൈഡ് ആയിട്ടും അതുപോലെ ഓവർലി സ്പൈസ് ചെയ്തിട്ടുള്ള, അപ്പോൾ ലേസ് പോലുള്ളതിലും അതുപോലെ കുറുക്കുറ് പോലുള്ളതിലൊക്കെ ഓവർലി സ്പൈസ് ചെയ്തിട്ടുള്ള ഫുഡ്സ്, നല്ലോണം ഫ്രൈ ചെയ്തിട്ടുള്ള ഫുഡ്സ് എല്ലാം അവോയ്ഡ് ചെയ്ത് നിൽക്കുക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ക്രാംസിനെയും അതുപോലെ എന്തെങ്കിലും ബ്ലോട്ടിങ് വരാനുള്ള ചാൻസസിനെയും അത് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ അവോയ്ഡ് ചെയ്ത് നിർത്തുകയാണെന്നുണ്ടെങ്കിൽ അത്രയും ബെനിഫിഷ്യലാണ്.
അടുത്ത പോയിന്റും വളരെ പ്രധാനപ്പെട്ട ഒന്നുമാണ് ഹൈഡ്രേഷൻ എന്ന് പറയുന്നത്, അതല്ലെങ്കിൽ വാട്ടർ ഇൻടേക്ക്. വാട്ടർ ഇൻടേക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ അത്യാവശ്യം ഒരു ദിവസത്തിൽ ഈ സമയത്ത് ഒരു 6 to 8 ഗ്ലാസസ് ഓഫ് വാട്ടർ കുടിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്താം. കാരണം ഇത് നമുക്ക് ഒരു വിധത്തിൽ ബ്ലോട്ടിങ്ങിനെ റെഡ്യൂസ് ചെയ്യാൻ, അല്ലെങ്കിൽ ഗ്യാസ് ഫോം ചെയ്യുന്ന പ്രശ്നത്തിനെ റെഡ്യൂസ് ചെയ്യാനായിട്ട് ഒത്തിരി ഹെൽപ്ഫുൾ ആണ്. അതുപോലെ ഹെഡ് ഏക്ക്, തലവേദനയെ റെഡ്യൂസ് ചെയ്യാനും പ്രിവെന്റ് ചെയ്യാനും ഇത് ഒത്തിരി ഹെൽപ്ഫുൾ ആണ്. അപ്പോൾ പ്രോപ്പർ ആയിട്ടുള്ള വാട്ടർ ഇൻടേക്ക് ഉണ്ടെന്നുള്ളത് നമ്മൾ ഉറപ്പുവരുത്താം. അതല്ലാന്നുണ്ടെങ്കിൽ അതിനോടൊപ്പം തന്നെ നമുക്ക് വേറൊരു കാര്യം കൂടിയും ശീലിച്ചെടുക്കാം. അതായത് കെമമൈൽ ടീ, അതുപോലെ സിന്നമൺ വാട്ടർ ഒക്കെ നമുക്ക് ഈ സമയത്ത് എടുക്കുന്നത് ഒത്തിരി ഹെൽപ്ഫുൾ ആണ്. നമുക്കൊരു കംഫർട്ട് തരാനൊക്കെ ഇത് ഒത്തിരി സഹായിക്കുന്നുണ്ട്. കെമമൈൽ ടീ പ്രത്യേകിച്ച് നമുക്ക് നൈറ്റ് ടൈമിൽ ഒരു കപ്പിൽ നമ്മൾ ഉറങ്ങാൻ പോകുന്നതിന് ഒരു 10 മിനിറ്റ്സ് മുമ്പ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സ്ലീപ്പൊക്കെ കുറവുള്ളവരാണെന്നുണ്ടെങ്കിൽ അത് ഒത്തിരി ഹെൽപ്ഫുൾ ആണ് കേട്ടോ. അപ്പോൾ ഇതുവരെ പറഞ്ഞതിൽ നമ്മൾ 4 കാര്യമാണ് ശ്രദ്ധിക്കാനുള്ളത്. ഒന്ന്, അയൺ കണ്ടന്റ് ധാരാളമായിട്ട് അടങ്ങിയിട്ടുള്ള ഫുഡ്സ് നമ്മൾ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യുക. രണ്ടാമത്, മൂഡ് സ്വിങ്സിനെ നമ്മൾ മാനേജ് ചെയ്യാനായിട്ടുള്ള ഫുഡ്സ്, ഒമേഗ 3 അടങ്ങിയിട്ടുള്ള ഫുഡ്സ് ഞാനൊരു ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഫുഡ്സ് നമ്മൾ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യുക. അതുപോലെ ക്രാംസിനെ കുറയ്ക്കുന്ന ടൈപ്പ് ഓഫ് ഫുഡ്സ്, അതായത് ആൻറ്റി ഇൻഫ്ലമേറ്ററി ഫുഡ്സ് നമ്മൾ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാനുണ്ട്. അതുപോലെ തന്നെ 4th പോയിന്റ് പറഞ്ഞത് ഹൈഡ്രേഷനെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുക, നല്ല രീതിക്ക് വെള്ളം കുടിക്കുക. അതുപോലെ ജങ്ക് ഫുഡ്സ് അവോയ്ഡ് ചെയ്ത് നിർത്താനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ മെനാർക്ക് സമയത്ത് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒട്ടുമിക്ക പേരിലും കാണപ്പെടുന്ന വിളർച്ച പോലുള്ള രോഗങ്ങളും അതുപോലെ തന്നെ ഭയങ്കര പെയിൻഫുൾ ആയിട്ടുള്ള പീരീഡ്സിനൊക്കെ നമുക്കൊരു പരിധി വരെ മാറ്റി നിർത്താൻ അല്ലെങ്കിൽ മാനേജ് ചെയ്യാനായിട്ട് ഹെൽപ്ഫുള്ളാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് ഞാൻ വിചാരിക്കുന്നു. വേറൊരു വീഡിയോ ആയിട്ട് നമുക്ക് പിന്നൊരു ദിവസം കാണാം. ബൈ.